ചുവന്ന തലക്കെട്ടുമായി ഈ ഒരു വയസ്സായ ഒരു വ്യക്തിയെ പലരും മസാല ബോക്സുകളിൽ കണ്ടിട്ടുണ്ടാകും. അദ്ദേഹം ആ ബ്രാൻഡിൻ്റെ മോഡൽ മാത്രമല്ല, തൻ്റെ 97-ാം വയസ്സ് വരെ 2000 കോടിയോളം വരുന്ന ഈ ഒരു ബിസിനസ് ബ്രാൻഡിൻ്റെ ഓണറും കൂടിയായിരുന്നു. ഇന്ത്യയുടെ പാർട്ടീഷന് മുമ്പ് ഇന്നത്തെ പാകിസ്ഥാനിലെ സിയാൽകോട്ടിൽ മഹാശയ് ചുന്നിലാൽ മസാലകൾ വിൽക്കുന്ന ബിസിനസ്സായിരുന്നു. 1947 പാർട്ടീഷന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ മഹാശയ് ധർമ്മപാൽ ഗുലാട്ടി ഡൽഹിയിലെത്തി. അദ്ദേഹത്തിന് ഫോർമലായിട്ടുള്ള എഡ്യൂക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു 1500 രൂപയായിരുന്നു. അതുപയോഗിച്ച് ആദ്യം അദ്ദേഹം ചെയ്തത് ഒരു കുതിരവണ്ടി വാങ്ങിയാണ്. അത് വെച്ച് സമ്പാദിക്കാമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അത് അദ്ദേഹം വിൽക്കുകയും പിന്നീട് കരോൾബാഗിൽ തൻ്റെ പിതാവിനെ പോലെ തന്നെ ഒരു മസാല ഷോപ്പ് സ്ഥാപിക്കുകയും ചെയ്തു. ആദ്യകാലത്ത് ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ അദ്ദേഹം മസാലകൾ ഗ്രൈൻഡ് ചെയ്യുകയും വിൽക്കുകയും ചെയ്തിരുന്നു. ഇനി ഈ ബ്രാൻഡിൻ്റെ പേരിന് പിന്നിലും ഒരു കഥയുണ്ട്. അതിൻ്റെ ഫുൾ ഫോം മഹാശയാൻ ദി ഹട്ടി എന്നാണ്. അതിനർത്ഥം റെസ്പെക്റ്റഡ് മാൻ ഷോപ്പ് എന്നാണ്. ഈ മസാല ബ്രാൻഡിൻ്റെ ബോക്സിലുള്ള ആ ഒരു വ്യക്തി ധരംപാൽ ഗുലാട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ബ്രാൻഡ് മാസ്കോട്ട് മാത്രമല്ല, അതിൻ്റെ ഓർഡറും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ 97-ാം വയസ്സ് വരെ എല്ലാ ആഡുകളിലും അഭിനയിച്ചിട്ടുണ്ട്. മറ്റു കമ്പനികൾ അവരുടെ ചെലവ് കുറക്കാൻ ശ്രമിച്ചപ്പോൾ ഇവർ ക്വാളിറ്റിയിലോ ശുദ്ധതയിലോ ഒട്ടും കുറവ് വരുത്താതെ തന്നെ തങ്ങളുടെ പ്രൊഡക്റ്റുകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അവർ ഫേമസ് ഇൻഫ്ലുവൻസേഴ്സോ മറ്റു ട്രെൻഡുകളുടെ പിന്നാലെ പോയില്ല. തുടർച്ചയായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി അവർ കീപ്പ് ചെയ്തു. സെയിം റെഡ് പാക്കേജ്, ആ പാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ അതേ ഒരു മുഖം, ഇതിൽ ഒട്ടും മാറ്റം വരുത്താതെ ഇത് തുടർച്ചയായി കുറേ കാലം അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോയി. ഇന്ന് MDH മസാല 60ഓളം സ്പൈസ് വെറൈറ്റീസ് ഉണ്ട്, 15ലധികം ഫാക്ടറീസ് ഉണ്ട്. അവർ 100ലധികം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെറ്റ്വർത്ത് ഏകദേശം 2000 കോടിയോളം വരും. ഇന്ത്യയിൽ മസാല ബ്രാൻഡുകൾക്ക് കുറവൊന്നുമില്ല. എവറസ്റ്റ്, കാച്ച് പോലുള്ള വളരെയധികം മസാല ബ്രാൻഡുകൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഈ ഒരു 80,000 കോടിയുടെ മസാല മാർക്കറ്റിൽ MDHന് ഇപ്പോഴും അവരുടേതായ ഒരു സ്ഥാനം നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. ഇതിലെ ഓണറായിരുന്ന ധരംപാൽ ഗുലാട്ടി അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൻ്റെ 90% ചാരിറ്റിക്ക് ഡൊണേറ്റ് ചെയ്തിരുന്നു. അദ്ദേഹം അവ ഉപയോഗിച്ച് ഹോസ്പിറ്റൽസ്, സ്കൂൾസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഒരു റെഫ്യൂജി ഇന്ത്യയുടെ സ്പൈസ് കിങ്ങായി മാറുന്ന ഒരു കഥയാണ് MDHൻ്റെ കഥ എന്ന് പറയുന്നത്. MDH ഇന്ന് ഒരു ബ്രാൻഡ് മാത്രമല്ല, മസാലയ്ക്ക് പകരമായിട്ട് നിൽക്കുന്ന ഒരു ഐഡൻറ്റിറ്റി കൂടിയാണ്. നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ താഴെ ചെറിയ പോയിന്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്.